സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കാതെ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം സമ്പൂർണ്ണ ബജറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപത്തെ ബജറ്റിൽ പെൻഷൻ ഉയർത്തണമെന്ന ആവശ്യം CPM-നുള്ളിൽ നിന്നും തന്നെ ഉയർന്നിരുന്നുവെങ്കിലും ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ പെൻഷൻ വർധനവ് ഇത്തവണയും ഇടം പിടിച്ചില്ല. കേന്ദ്രത്തിൻ്റെ സമീപനത്തിൽ പരിതപിച്ച് കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ല കേരളം തയ്യാറാവേണ്ടത്. പകരം തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല കേരളത്തെ. സംസ്ഥാന ബജറ്റിന്റെ തുടക്കത്തിലെ വാചകം പക്ഷേ ക്ഷേമ പെൻഷൻ വർധനവിന്റെ കാര്യത്തിൽ മാറി നിന്നു. ഇത്തവണയും പെൻഷൻ വർധനവ് ബജറ്റിൽ ഇടം പിടിച്ചില്ല. പകരം മുടങ്ങിക്കിടക്കുന്ന 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉടൻ തീർക്കുമെന്ന് മാത്രമായിരുന്നു ബജറ്റിൽ ധനമന്ത്രിയുടെ പ്രഖ്യാപനം. കഴിഞ്ഞ തവണത്തെ പോലെ ഇപ്രാവശ്യവും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയായിരുന്നു ധനമന്ത്രിയുടെ രക്ഷപ്പെടൽ. അടുത്ത സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശിക നൽകുന്ന നടപടികൾ ആരംഭിക്കുമെന്നും ബജറ്റിൽ ധനമന്ത്രിയുടെ വാക്കുകൾ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി നൽകാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ചില നടപടികൾ മൂലം അത് വൈകുന്ന നിലയുണ്ടായിട്ടുണ്ട്. പുതുതായി ധനസമാഹരണം നടത്തി ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല. ഇതിവിടെ പറയുന്നത് അടുത്ത സാമ്പത്തിക വർഷം കൃത്യമായും സമയബന്ധിതമായും സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാനുള്ള ഒരു പ്രത്യേക നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്നുള്ളത് ആണ് പറയുന്നത്. നിലവിൽ 2021 ഒന്നാം പിണറായി സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റിലാണ് ക്ഷേമ പെൻഷൻ 100 രൂപ കൂട്ടി 1600 രൂപയാക്കിയത്. പിന്നീട് വന്ന KN ബാലഗോപാലിന്റെ 3 ബജറ്റിൽ പോലും ക്ഷേമ പെൻഷൻ വർധന ഒരു ഘട്ടത്തിൽ പോലും ബജറ്റിൽ സ്ഥാനം പിടിച്ചിരുന്നില്ല. ക്ഷേമ പെൻഷൻ 2500 രൂപ ആക്കുമെന്നായിരുന്നു ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. ഇതും പാഴ്വാക്കായി മാറി. 900 കോടിയോളം രൂപ ഒരു വർഷം ക്ഷേമ പെൻഷൻ നൽകാൻ ആവശ്യവുമാണ്. എന്നാൽ ഈ തുക കണ്ടെത്താനുള്ള ബദൽ മാർഗങ്ങളും ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതേസമയം സംസ്ഥാന ബജറ്റിന് പിന്നാലെ ദിവസങ്ങൾക്കകം പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് സാധ്യത. രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് ക്ഷേമ പെൻഷൻ ഉയർത്തണമെന്ന ആവശ്യം CPM-ഉം നേരത്തെ ഉന്നയിച്ചിരുന്നു. നിലവിലെ ധനസ്ഥിതിയെ ചാരി ഒടുവിൽ പാർട്ടി ഉന്നയിച്ച ആവശ്യത്തെയും ധനമന്ത്രിക്ക് കൈയൊഴിയേണ്ടി വന്ന അവസ്ഥയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.